കുടുംബശ്രീയുടെ 2024 അരങ്ങിന്റെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കുടുംബശ്രീയുടെ എല്ലാ വനിതകൾക്കും തന്നെ ഒരുപാട് വനിതകൾ ഈ പറഞ്ഞ പോലെ 40 വയസ്സിന് ശേഷം അവരവരുടെ കലാ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് മറ്റു പരിപാടികളൊന്നും തന്നെ പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് അവസരം ലഭിക്കാത്തവർക്കെല്ലാം തന്നെയുള്ളൊരു വലിയ വേദിയാണ് കുടുംബശ്രീ വഴി ഒരുക്കുന്നത്. സംസ്ഥാന തലത്തിൽ വരെ അരങ്ങിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഒരുപാട് സന്തോഷം. 2024 നമുക്കറിയാം, കുടുംബശ്രീയുടെ 25 വർഷം പൂർത്തീകരിച്ച അവസരത്തില് ലോകമെമ്പാടും കുടുംബശ്രീ എന്ത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് കുടുംബശ്രീയിലുള്ള വനിതകളുടെ സർഗോത്സവ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അരങ്ങ് 2024 കഴിഞ്ഞ വർഷവും ഇത് നടപ്പാക്കുകയുണ്ടായി. ഈ വർഷവും അത് തുടർകാലങ്ങളിലെല്ലാം തന്നെ അവരുടേതായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരികയും അതേപോലെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാനും സർക്കാരിനും അതുപോലെ ജില്ലാ മിഷനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇനിയും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. 24 പറവൂർ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്സിലറി അംഗങ്ങളുടെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും കലാകായിക മത്സരങ്ങൾ നടത്തുന്നതിനുള്ളൊരു വേദി കൂടിയാണ് അരങ്ങ്. കുടുംബശ്രീ 26 വർഷം ആയി ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒട്ടനവധി പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടി അരങ്ങ് എന്ന പ്രോഗ്രാമിലൂടെ അവസരം എനിക്ക് കുടുംബശ്രീക്കാർ നേടിത്തന്ന് അതിന് വളരെ സന്തോഷമുണ്ട്. കലാപരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇതേപോലുള്ള ഫാൻസി ഡ്രസ് അല്ലാതെ പണ്ടത്തെ രവീന്ദ്രന്റെ പാട്ട്, ഡിസ്കോ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും എനിക്കൊരു വേദികൾ കിട്ടി അവിടെ ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാണ്. കാലങ്ങളിൽ അന്യം നിന്ന് പോയെന്ന് വിചാരിക്കുന്ന രോഗങ്ങളാണ്. പക്ഷേ കുഷ്ഠരോഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിരന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് വാക്കിൽ ഡോക്ടർമാരിടുന്ന പേരാണ്. ഇപ്പോഴും കുഷ്ഠരോഗം ഓരോ വിരലുകളൊക്കെ കളയുന്നത് ഷുഗർ കൂടിയിട്ടാണെന്നൊക്കെയാണ്. പക്ഷേ കുഷ്ഠരോഗം ഇന്നും നിലനിൽപ്പുണ്ടെന്നാണ് എന്റെ ഒരറിവ്. ആയിരമ്പലം പഞ്ചായത്തിൽ നിന്നാണ് വന്നത്. ആയിരമ്പലം പഞ്ചായത്ത് 5ാം വാർഡിൽ നിന്ന് സംഘനൃത്തത്തിലായിട്ട് വന്നേക്കുന്നത്. എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കുന്ന 5 വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. ഞങ്ങൾക്ക് ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയത്. CDS മെമ്പറാണ്. ഇവര് നമ്മുടെ പഞ്ചായത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീംസ് ആണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇറങ്ങിന് നമുക്ക് സംസ്ഥാന തലം വരെ പോകാൻ പറ്റി. ഇവരുടെ ഇത് സംഘനൃത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷവും ഞങ്ങള് എന്താ പറയാ പ്രൈസ് പിടിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ തിരുവാതിരക്കളി, അതുപോലെ നാടൻ പാട്ട്, തിരുവാതിരക്കളി കളി കഴിഞ്ഞു. ഇനി നാളെ ഞങ്ങൾക്ക് നാടൻ പാട്ടിന് ഇതുണ്ട്. ഞങ്ങൾ പറവൂർ മുനിസിപ്പാലിറ്റി 20ാം വാർഡിൽ ജനനി അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. ഞങ്ങള് നന്നായിട്ട് പോണു. എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. എല്ലാ CDS മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്.